സ്വന്തം ശരീരത്തിൽ നിന്ന് സ്വന്തമായി അളവെടുത്ത് സ്വന്തമായി വെട്ടി സ്വന്തമായി തയ്ച്ചോണം കേട്ടോ. അതിനുള്ള കോൺഫിഡൻസ് ഒക്കെ ഞാൻ ഇത്രയും നാളുകൊണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനിയും കിട്ടിയില്ല എന്നാരും പറഞ്ഞേക്കരുത്. ഈ കൈക്കുഴിയും ഈ ഷോൾഡറുമാണ് നമ്മുടെ ചുരിദാറിനെ പെർഫെക്റ്റ് ആക്കി നിർത്തുന്നത്. കണ്ടാ പോരാ, എന്തെടുക്കണം? കണ്ടാൽ മതിയോ തയ്ച്ച് നോക്കണം. അപ്പം നിങ്ങളൊരു നൈറ്റി പീസ് ആയാലും എടുത്താൽ മതി. ിന്റെ കൂട്ടുകാരെ, ഒത്തിരി നാളായില്ലേ ചുരിദാറൊക്കെ വെട്ടി തയ്ച്ചിട്ട് ഇല്ലേ? നമുക്ക് ഒരു സാധാ ചുരിദാർ, അത് ലൈനിങ് വെച്ച സാധാ ഒരു ചുരിദാർ നമുക്ക് തയ്ക്കാം. അത് എങ്ങനെ തയ്ക്കാം? സ്വന്തം ശരീരത്തിൽ നിന്ന് സ്വന്തമായി അളവെടുത്ത് സ്വന്തമായി വെട്ടി സ്വന്തമായി തയ്ച്ചോണം കേട്ടോ. അതിനുള്ള കോൺഫിഡൻസ് ഒക്കെ ഞാൻ ഇത്രയും നാളുകൊണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനിയും കിട്ടിയില്ല എന്നാരും പറഞ്ഞേക്കരുത്. അപ്പം വീണ്ടും നമ്മളൊരു സാധാ ഒരു നോർമൽ ലൈനിങ് ചുരിദാർ എങ്ങനെ വെട്ടി തയ്ക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ അളവെടുക്കാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ അളവ് പഠിച്ചിട്ട് വേണ്ടേ മറ്റുള്ളവരുടെ അളവെടുത്ത് തയ്ക്കാനായിട്ട്. അവനവൻ്റെ എടുത്ത് തയ്ക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് തയ്ച്ചു കൊടുക്കാൻ നിങ്ങൾ വിദഗ്ധരാണെന്നറിയാം. കാരണം 14 ചുരിദാറാണ് വിഷുവിന്, ചുരിദാറല്ല 14 നൈറ്റി വെട്ടി തയ്ച്ചു കൊടുത്തെന്നാണ് പറഞ്ഞത് വിഷുവിന് ഒരാൾ വീഡിയോയിൽ എന്നോട് പറഞ്ഞേക്കുന്ന കണ്ടത്. ചുരിദാർ തയ്ക്കാൻ വേണ്ടത് പ്രധാനമായിട്ടും നമുക്ക് അറിയേണ്ടത് ചെസ്റ്റ് അളവ്, ബസ്റ്റ് അളവ്, ഷേപ്പ്, ഹിപ്പിൻ്റെ അല്ലെങ്കിൽ സ്ലിറ്റ് ഇടാനുള്ള അവിടുത്തെ അളവ്, പിന്നെ നമ്മളുടെ ഷോൾഡർ. ഇത്രയും കിട്ടിയാൽ നമുക്ക് ധാരാളം മതി. ഷോൾഡർ അളക്കാതെ വേണമെങ്കിലും ചെയ്യാം. അപ്പം നമുക്ക് ചെസ്റ്റ് അളവ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബസ്റ്റ് അളവാണ് സാധാരണ എടുക്കുന്നത്. പക്ഷേ ഞാൻ കൂടുതൽ മറ്റ് തയ്യൽക്കാരും ചെസ്റ്റ് അളവ് എടുത്ത് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും ബസ്റ്റ് അളവ് വിട്ടിട്ട് ചെസ്റ്റ് അളവിലേക്ക് മാറിയത് കേട്ടോ. രണ്ടളവും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ തുടങ്ങാം. ആദ്യം ചെസ്റ്റ് അളവ് എടുക്കുന്നത് നോക്കാം. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടല്ലോ, കഷക്കുഴിയുടെ അങ്ങോട്ട് കയറ്റി നമ്മൾ ഇങ്ങനെ പിടിക്കുക. നമ്മൾ തന്നെ ഇത് കണ്ടോ, ഒരു ഇത് വേണ്ട. നമ്മുടെ തള്ളവിരൽ ഇതിനകത്തിരുന്നോട്ടെ, വലിച്ചു മുറുക്കണ്ട. ഇത് കണ്ടോ, തള്ളവിരൽ ഇതിനകത്തിരുന്ന് വലിച്ചു മുറുക്കുകയേ വേണ്ട. എത്രയാണ് കാണാം, നിങ്ങൾക്ക് കാണാവുന്നതല്ല മെഷർമെന്റ് വെച്ചേക്കാം. 38 കണ്ട, 38 എനിക്ക് കിട്ടിയേക്കുന്ന ചെസ്റ്റ് അളവ്. ഇനി ബസ്റ്റ് അളവ് എന്ന് പറഞ്ഞാൽ ഈ ബസ്റ്റ് അളവ് വേണ്ട എന്നല്ല, ബസ്റ്റ് അളവാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. കാരണം ചിലർക്ക് ചെസ്റ്റും ബസ്റ്റും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉള്ളവർക്ക് ബസ്റ്റ് അളവ് കിട്ടണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. ഇവിടെ നോക്കിയേ, നമ്മളിങ്ങനെ മുമ്പത്തെ പോലെ അത്രയും കയറ്റിയല്ല, ഇങ്ങനെ ബ്രസ്റ്റിൻ്റെ മുകളിലൂടെ കൊണ്ടുവന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയേ വേണ്ടത് കണ്ടോ. ഇങ്ങനെ ജസ്റ്റ് എത്ര കിട്ടിയേക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? 40. ചൂടെ നമ്മൾ ഇറുക്കിയാണ് പിടിക്കുന്നെങ്കിൽ അതിലും കുറേ. ഇപ്പം നമുക്ക് 40 മാറല്ലേ. 38 എന്ന് ഇതിന് പറയുന്ന പേര് ചെസ്റ്റ് അളവെന്നും ഇതിന് ബസ്റ്റ് അളവെന്നാണ്, ബ്രസ്റ്റ് അളവെന്നൊക്കെ പലരും പറയും. നമ്മൾ പറയുമ്പോഴും മറ്റുള്ളവരോട് പറയുമ്പോഴും നമ്മൾ ചെയ്യുമ്പോഴും കറക്റ്റേ പറയാവൂ, പൊട്ടത്തരമൊന്നും ആരോടും പറയാതെ. അപ്പോൾ ഇതിന് പറയുന്ന പേര് ബസ്റ്റ് അളവെന്നാണ് കേട്ടോ. എൻ്റെ ബ്രേസർ സൈസ് എത്ര ആണോ ഇങ്ങനെയൊന്നും ഇനിയും ചോദിച്ചേക്കല്ലേ. ഇനി ഇത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കണം. ഇനി നമ്മുടെ ഷേപ്പ് അല്ലെങ്കിൽ വേസ്റ്റ് കേട്ടോ. അങ്ങനെ മറ്റേ വേസ്റ്റ് അല്ലേ, ഇത് വേസ്റ്റ് കണ്ടോ. ഇത് സാരി ബ്ലൗസ് അല്ലല്ലോ. സാരി ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ മുറുക്കി പിടിക്കും, ഇത്രയും ചേർത്ത് പിടിച്ചേനെ. 32 നമുക്ക് ഇച്ചിരി അയച്ചു പിടിക്കാം. കാരണം ചുരിദാർ എന്ന് പറയുമ്പോൾ ഒരു ഷേപ്പിൽ കിടന്ന് കിട്ടിയാൽ പോലെ സ്വല്പം കൂടി അയച്ചു. 34. അപ്പം എനിക്ക് ഷേപ്പ് അളവ് എത്രയാണ്? 34. ഞാൻ ഇങ്ങോട്ടൊന്ന് കുറിക്കട്ടെ, മറന്നു പോകാതെ നോക്കിക്കോണ്ട നിങ്ങളെ. ചെസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 38. ബസ്റ്റ് BUST ആണ്, ബസ്റ്റ് 40. നമുക്ക് വേസ്റ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 34. ഇനി നമുക്കുള്ളത് നമ്മുടെ ഈ സ്ലിറ്റിൻ്റെ അളവാണ്. ഈ സ്ലിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ അരക്കെട്ടിൻ്റെ, അതായത് നമ്മൾ എവിടെയാണോ നമുക്ക് ഏറ്റവും കൂടുതൽ വണ്ണം ഉള്ളത് അവിടെ വേണം അളക്കാൻ കേട്ടോ. ഷേപ്പിൻ്റെ തൊട്ട് താഴെ കൊണ്ട് അളക്കല്. നമ്മുടെ ഈ ഭാഗത്ത്, അരക്കെട്ടിൻ്റെ ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ വണ്ണം എവിടെയാണോ ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉള്ളത് അത് വേണം നമ്മൾ എടുക്കാൻ, മറക്കല്ലേ കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്ത് നോക്കുന്നു. നമ്മൾ നോക്കിയപ്പോൾ എനിക്ക് 41 ഉണ്ട് കേട്ടോ. അതിനെ ഞാൻ സ്ലിറ്റെന്നോ അല്ലെങ്കിൽ ഹിപ്പെന്നോ എഴുതുക. എത്ര കിട്ടി നമുക്ക്? 41. അപ്പം ഇപ്പം നമ്മുടെ പ്രധാനപ്പെട്ട അളവ് കഴിഞ്ഞില്ലേ. ഇനി ഒരു മെയിൻ അളവുണ്ട്, അത് നമ്മുടെ ഷോൾഡറാണ്. ഇവിടെ ഈ ഷോൾഡറിലാണ് എനിക്ക് തോന്നുന്നു പല എൻ്റെ കൂട്ടുകാരും കഴുത്തിൻ്റെ പ്രശ്നങ്ങളും അയവെന്ന് പറയുന്ന പ്രശ്നമെല്ലാം ഷോൾഡർ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഷോൾഡർ അളക്കണമെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് കംഫർട്ടായ, നിങ്ങൾക്ക് ഏറ്റവും സുഖമായിട്ട് ഇടുമ്പോൾ നല്ലതായിട്ട് നിൽക്കുന്ന ഒരു ചുരിദാർ എടുത്തിടുക. എന്നിട്ട് നിങ്ങൾ ആ ചുരിദാർ നിലത്ത് വെച്ച് അളക്കുന്നതിനേക്കാൾ നല്ല ഇട്ടിട്ട് നിങ്ങൾ ഒന്ന് നോക്കുക. നമ്മളിതുപോലെ നമ്മുടെ
ഇത് കണ്ടോ, ഇത് നിങ്ങൾക്കറിയാം, ഹാഫ് കോളർ ഞാൻ തന്നെ തയ്ച്ച നമ്മുടെ ഈ ചുരിദാറിൻ്റെ ഇത് കണ്ടോ, കറക്റ്റാണ് നമ്മുടെ ഷോൾഡർ പോയിരുന്നത്, കറക്റ്റാണ്. അപ്പം നമുക്ക് ആ ഷോൾഡർ തന്നെ വെച്ച് നോക്കാം. ഇങ്ങനെ ഇവിടെയും വെച്ച് ഇവിടെ നമുക്ക് തന്നെ അളക്കാം. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം, അങ്ങ് താഴോട്ട് ഇറങ്ങി പോകല്ല. ഇവിടെ ഒരു ബോണില്ലേ, ഒരു എല്ലുണ്ടല്ലോ ഈ ഭാഗത്ത്, തൊട്ട് നോക്കുമ്പോൾ ആ കറക്റ്റ് ആയിരിക്കും. ഇത് കണ്ടോ, ഇതാണ് ഇത്ര കറക്റ്റ് ആയിരിക്കും. 16 ഒന്നുകൂടെ കാണിക്കാം. ഇത് കണ്ടോ, അത് ആ തയ്ച്ചേക്കുന്നതിൻ്റെ അവിടെ ഒന്ന് പതുക്കെ കൈകൊണ്ട് തൊട്ട് നോക്കിയാലും മതി. ഇത് കറക്റ്റാണ്. 16 എനിക്ക് എൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത്. ഷോൾഡർ എനിക്ക് എത്ര കിട്ടി? 16. അപ്പം ഇത് വെച്ചാൽ നമ്മളിനി ബാക്കി മെഷർമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ബാക്കി തുണി വെട്ടുന്നതിലേക്ക് തുടങ്ങാം. അപ്പം ഇതാണ് നമ്മുടെ മെറ്റീരിയൽ. കണ്ടോ, ഒരു കോട്ടൻ്റെ നല്ലൊരു കോട്ടൻ്റെ ഒരു മെറ്റീരിയലാണ്. വലിയ ഭംഗിയൊന്നുമില്ലേ? എനിക്കെന്തോ ഇഷ്ടം പോലെ തോന്നി. ഇത് നമ്മുടെ പാൻറ്, സ്ട്രെയിറ്റ് പാൻറ്. നമുക്ക് ഇതുപോലെ വെട്ടി തയ്ക്കണം. ഇത് ലൈനിങ് മെറ്റീരിയലാണ്. അപ്പം ലൈനിങ് മെറ്റീരിയൽ ഞാൻ ആദ്യം കട്ട് ചെയ്ത് കാണിക്കാം. എന്നിട്ട് നമുക്ക് അത് വെച്ച് നമുക്ക് നല്ല തുണി വെട്ടാം. അപ്പം കട്ടിങ്ങിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്കിതുപോലെ കിട്ടുന്ന ലൈനിങ് തുണി ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ ലൈനിങ് തുണി ഇത് കണ്ടോ, നീളത്തിലാണ് നമുക്ക് കിട്ടുന്നത്. നീളത്തിലിട്ടിട്ട് ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയാണ് കിട്ടുന്നത്. അതിന് ഒന്നും തുറക്കുകയേ വേണ്ട. ഇങ്ങനെ തന്നെ നമുക്ക് കൃത്യം രണ്ടായിട്ട് മടക്കാം. ഞാൻ ഇത് 2 മീറ്റർ തുണിയെ എടുത്തിട്ടുള്ളൂ. സാധാരണ 2.25 2.5 എടുക്കാറുണ്ട്. ഇത് 2 മീറ്റർ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ 2 മീറ്റർ തുണിയെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഇത് കണ്ടോ, ഇത് ഫോൾഡഡ് സൈഡ് ഇങ്ങനെ മടക്കി. ഇത്രയും വരെ പിടി കിട്ടിയോ? ആംഹോൾ റൗണ്ടൂടെ അളക്കുന്ന കാര്യം പറയാൻ മറന്നുപോയി. അതുകൂടെ അളക്കാം, നമുക്ക് തന്നെ അളക്കാം. അപ്പോൾ ആംഹോൾ റൗണ്ടും നമ്മുടെ ഈ ഷോൾഡർ തയ്ച്ചിരിക്കുന്ന അളവിലൂടെ വരണം. അപ്പം നമുക്ക് ഇങ്ങനെ നമുക്ക് തന്നെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വരണം കേട്ടോ. ഇതിലേ കൂടെ വേണം വരാൻ. കണ്ടോ, ഒത്തിരി ഇറങ്ങി പോകല്ലേ, കയറരുത്. 17.5 ഉണ്ട് എനിക്ക്, 17.5. അപ്പോൾ ആംഹോൾ റൗണ്ട് 17. അത് വെച്ച് നമ്മൾ തുണിയെല്ലാം മടക്കിയിട്ടു, സെറ്റായിട്ട് ചെയ്ത് വെച്ചു. ഏത് തുടക്കക്കാരും ശ്രദ്ധിച്ചോണം. കഴുത്ത് എത്ര വേണം, കഴുത്തിൻ്റെ ഇറക്കം, ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം, ഇതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം ചിലപ്പം കൂട്ടിയെടുക്കുന്നത്. സാധാരണ ഞാനൊരു 5.5 കൂടുതൽ ഒരിക്കലും എടുക്കുന്നതല്ല. 5.5 കൂടുതൽ എടുക്കാറില്ല. ഈ പ്രാവശ്യം കുറച്ചുകൂടെ കൂടുതലെടുക്കും. അപ്പം നമുക്ക് നെക്ക് പിടുത്തെടുക്കുന്നത് 3.5. എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ഫ്രണ്ട് കഴുത്ത് തയ്ക്കുന്നത് എപ്പോഴും ക്യാൻവാസ് വെച്ചായിരിക്കും. എപ്പോഴും അല്ല, ഈ ചുരിദാറിന് ക്യാൻവാസ് വെച്ചാണ് ഫ്രണ്ട് കഴുത്ത്. അതുകൊണ്ട് നെക്കിന്റെ വിഡ്ത്ത് എത്രയാണ്? 3.5 നെക്കിന്റെ വിഡ്ത്ത്. ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം എന്ന് പറയുന്നത് 6.5 ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം. ഇത്രയും പിടി കിട്ടിയല്ലോ. ഈ 3.5 ഇവിടെ നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ 3.5 എന്നുള്ള 2 ലൈനും തമ്മിൽ ചേർത്ത് വരച്ചു. ഈ 6.5 നമ്മൾ ലൈൻ വരച്ചു അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഷേപ്പ്, കഴുത്തിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്തു. ഇത്രയും വരെ മനസ്സിലായില്ലേ? ഇത് ഞാൻ വരച്ചതേ ഉള്ളൂ. ക്യാൻവാസ് നെക്കാണ് വെക്കുന്നതെങ്കിൽ ഇതിൽ വരയ്ക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? നമ്മൾ ക്യാൻവാസിലാണ് വരച്ച് ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി അളവ് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ബാക്കി കഴുത്ത് ഞാൻ വെറുതെ ലൈനിങ് തുണി വെച്ച് അടിച്ച് മറിക്കത്തേ ഉള്ളൂ. അപ്പം നമുക്ക് ബാക്കി കഴുത്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇതേ 3.5 തന്നെ, ഇതേ 6 ഇഞ്ച്, 6.5 അത് എടുക്കുന്നില്ല, 6 ഇഞ്ച് ഞാൻ ഈ പ്രാവശ്യം ബാക്കി കഴുത്ത് എടുക്കുക. അപ്പം 6-ൽ നമുക്ക് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നമുക്കൊരു യു ഷേപ്പ് വരയ്ക്കാം. അപ്പം നെക്കിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് എത്രയാണ് ഷോൾഡർ ഞാൻ പറഞ്ഞേക്കുന്നത്? 16. അപ്പോൾ ഷോൾഡർ 16 എന്ന് പറയാൻ 16ന്റെ പകുതി 8. ഇവിടെ ഒരു ന്യായമായ സംശയം പലരും ചോദിച്ചു കേട്ടു. ഞാൻ അളന്നപ്പോൾ 18 കിട്ടിയപ്പോൾ അതിൻ്റെ പകുതി 16 കിട്ടിയപ്പോൾ അതിൻ്റെ പകുതി 8 എടുക്കുമ്പോൾ തയ്യൽ തുമ്പ് പോകില്ലെന്ന്. ഷോൾഡറിന് തയ്യൽ തുമ്പ് പ്ലസ് ആഡ് ചെയ്യേണ്ട. നമ്മൾ ആ എടുക്കുന്നതിൻ്റെ കറക്റ്റ് ആയിരിക്കും കേട്ടോ. എന്താണെന്നൊരു അടുത്ത കമൻറ്റ് ചോദ്യം വേണ്ട. 8 ഇതിൻ്റെ പകുതി നമ്മൾ കറക്റ്റ് എടുക്കുന്നു. തയ്യൽ തുമ്പ് നമുക്ക് വിഷയമില്ല. അപ്പം നമുക്ക് എത്ര നമുക്ക് ശരിക്കും വേണ്ടത്? 8. ഇവിടുത്തെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഇത് 2 കഴുത്തും 6ഉം 6.5 ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ അകലം 3.5 വന്നിട്ടുണ്ട് ഇല്ലേ? 3.5 അത്ര ചെറുതല്ല. 3.5 സാമാന്യം നല്ല വിടുത്ത. 3 മതി ഒരുവിധപ്പെട്ടവർക്ക്. 2.25 എടുക്കുന്നവരുണ്ട്, 3 വരെ എടുക്കുന്നത്. 3.5 ഒരുവിധം അകലമാണ്. ഫ്രണ്ടും ബാക്കും ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ 8 എന്നുള്ള നമ്മുടെ ഷോൾഡർ എത്ര ആയിട്ട് കുറയണം?
7 കുറയണം. കറക്റ്റ് 1 ഇഞ്ച് നമ്മൾ കുറച്ചു. അത് ഓർത്തോണേ, കറക്റ്റ് 7 ഇഞ്ചായിട്ട് നമ്മൾ എടുക്കുക. ഇത്രയും മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ഷോൾഡർ കണ്ടെത്തുന്നത്. ഇവിടെയാണ് പലരുടെയും പ്രശ്നം. ഈ ഷോൾഡറും പിന്നെ വരുന്ന കൈക്കുഴിയുമാണ് നമുക്ക് ഉണ്ടാക്കാൻ പ്രശ്നം. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി. നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് നമുക്ക് ഏത് വേണം, സ്ലോപ്പ് വേണം. ആ സ്ലോപ്പും നിർബന്ധമായും നമ്മൾ വരച്ച് നമ്മൾ ഈ ഷോൾഡർ ഇങ്ങോട്ട് കഴുത്തിലേക്ക് കൂട്ടി ചേർത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ആം ഹോളിന് എത്ര ഇറക്കം വേണം എന്നുള്ളതാണ് നമ്മുടെ അടുത്തത്. ഇത് 7 ആണെങ്കിൽ ഇത് നമുക്ക് 7 എടുക്കാം. നമുക്ക് നോക്കാം. 7 ഉറപ്പില്ല, പലർക്കും പല സൈസിലാണ് വരുന്നത്. കാരണം ഒരേ ചെസ്റ്റ് ആണെങ്കിലും ഈ ആം ഹോൾ റൗണ്ട് കൂടിയും കുറഞ്ഞു ഇരിക്കുന്നവരുണ്ട്. എൻ്റെ ചെസ്റ്റ് ഉള്ളവർക്ക് ഒരുപക്ഷെ ഇത്രയും ആം ഹോൾ റൗണ്ട് വേണ്ടാത്തവരും ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പം തൽക്കാലം എത്രയിൽ വരച്ചു, 7 വരച്ചു. എന്നിട്ട് നമ്മൾ ലൈൻ മുന്നോട്ട് പോകുന്നു. നമ്മൾ ഇങ്ങനെ ഈ വരയ്ക്കുന്നതിനെ വിളിക്കുന്ന പേര് ചെസ്റ്റ് ലൈൻ എന്നാണ്. നമുക്ക് നോക്കാം ഇത് ശരിയാവുമോ നോക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പം 7 വരച്ചു. ഈ 7ലേക്ക് നമുക്ക് ഇതിനെ നമ്മളെടുത്ത ഷോൾഡർ ഈ ലൈനിനെ കൂട്ടിമുട്ടിക്കുന്നു. ഇനി നമുക്ക് എത്രയാണ് നമുക്ക് ചെസ്റ്റ് റൗണ്ട് വേണ്ടത്? ചെസ്റ്റ് റൗണ്ട് എനിക്ക് എത്രയായിരുന്നു? 38. അതിൻ്റെ കൂടെ +4 ആഡ് ചെയ്യണം. 38ൻ്റെ കൂടെ 4 42. 42ൻ്റെ 4 പീസായത് അല്ലേ? ഇത് 2 ഇത് 2 4 പീസിൽ വേണം 42 വരാൻ. അപ്പം എത്ര മതി? 42/4 10.5 നമ്മൾ അടയാളപ്പെടുത്തുന്നു. 10.5 അടയാളപ്പെടുത്തി. ഇനി തയ്യൽ തുമ്പ് വേണ്ടേ? ആ 4 എന്ന് പറയുന്നത് നമ്മുടെ ലൂസാ, ബോഡിയുടെ ലൂസാ. അത് മതിയോ? തയ്ച്ചു കഴിഞ്ഞ് തുണി മിച്ചം കിടക്കണ്ടേ? നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ കൂട്ടി അടിക്കാനും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ആയിട്ട്. അതിന് നമുക്ക് 2 ഇഞ്ച് എടുത്തു. 1.5 എടുത്താലും മതി. 2 ഇഞ്ച് എടുത്തു. തുടക്കക്കാരാണെങ്കിൽ 2 ഇഞ്ച് എടുത്തു. ഇത്രയും വരെ കിട്ടിയില്ലേ? ഇനി നമുക്ക് വേണ്ടത് ഈ കണ്ട 7 എന്ന് പറയുന്ന ആം ഹോൾ ഡെപ്തിൻ്റെ പകുതി എത്ര? 3.5. ഈ 3.5യിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ഈ കുഴിയുടെ ഇവിടുന്ന് 1.5 ഇഞ്ചിൽ നമ്മൾ ഇങ്ങനൊരു സ്ലോപ്പ് കൊടുത്തിട്ട് ഈ പോയിന്റും ഈ പോയിന്റും ഈ പോയിന്റൂടെ ചേർത്ത് നമ്മൾ ഇങ്ങനെ ഒരു കേർവ് വരയ്ക്കുക. കണ്ടോ? വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് തന്നെ ഉള്ളൂ. ഇനി ഒന്നുകൂടെ കടുപ്പിച്ച് വരയ്ക്കാം. നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി ഒരു കൊച്ചു പണിയുണ്ട്. നമുക്കിതൊന്ന് അളന്ന് നോക്കാം. ഈ സ്ലോപ്പിൻ്റെ അവിടെ വിട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് ഇത് മൊത്തം ഒന്ന് അളന്ന് നോക്കാം. ഇത് കണ്ടോ? എനിക്ക് 9 ഇഞ്ചും വന്നിട്ടുണ്ട്. ഒന്നുകൂടെ കാണിക്കാം. ഇവിടുന്ന് വേണമെങ്കിൽ ഈ സ്ലോപ്പിൻ്റെ അവിടെ നിന്ന് സ്വല്പം താഴോട്ട് താത്താം. കാരണം ഇവിടെ തയ്യൽ തുമ്പ് വരികയല്ലേ. അത് വിട്ടേച്ച് നമുക്ക് അളക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം എത്ര വരും. ഇങ്ങനെ വേണം അളക്കാനേ. കൈകൊണ്ട് പിടിച്ച് നോക്കണം. എനിക്കിത് 9 ഇഞ്ചുണ്ട്. ഞാൻ 17.5 എന്നല്ലേ പറഞ്ഞേ? 17.5. അപ്പം 17.5യുടെ പകുതി എത്ര വരും? 8.25 വരത്തുള്ളൂ. എനിക്ക് എത്ര വന്നു? 9. അത് കൂടുതലൊന്നുമല്ല. അതുകൊണ്ട് ഇത് കുറയ്ക്കാൻ പോകണ്ട. 4 ഇഞ്ചിൻ്റെ ഡിഫറൻസ് ചുരിദാറിൻ്റെ പ്രശ്നമില്ല. സാരി ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് കുറേ കൂടെ പെർഫെക്റ്റ് ആയിരുന്നു. ചുരിദാറോട് സ്വല്പം കൂടെ ലൂസ് വേണ്ടതല്ലേ? അതുകൊണ്ട് ഇത് കറക്റ്റാണ്. ഇവിടെ ഇങ്ങനെയാണ് ഈ കൈക്കുഴിയും ഈ ഷോൾഡറുമാണ് നമ്മുടെ ചുരിദാറിനെ പെർഫെക്റ്റാക്കി നിർത്തുന്നത്. മനസ്സിലായോ? പലരും ചോദിക്കുക, ഞാൻ തയ്ച്ചു, എൻ്റെ കഴുത്ത് മേളിലോട്ട് പോകുന്നു, നെക്കിൽ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് കഴുത്ത് ഇറങ്ങി പോരുന്നു. ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് ഇവിടെ നിന്ന്. ഇത്ര മനസ്സിലായത് നിങ്ങൾക്ക്? ഇനി നമുക്ക് അടുത്ത്, അപ്പോൾ ഇതെല്ലാം നമ്മുടെ കഴിഞ്ഞു. നമുക്കിനി അടുത്തത് ഷേപ്പ് എന്ന് പറയുന്നത് ഒരുവിധം ആവറേജ് വലിപ്പമുണ്ടല്ലോ. എനിക്ക് ഷേപ്പ് ഞാൻ 14 അരയിൽ അടയാളപ്പെടുത്തുന്നു. കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ 14 മതി. 14 15 നമ്മളെപ്പോലെ പ്രായമുള്ളവർക്ക് എടുക്കാം. ഞാൻ 14 എടുക്കുന്നു. 14 നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തുന്നത്. അതുപോലെ നമ്മുടെ സ്ലിറ്റ് ഞാൻ അടയാളപ്പെടുത്തുന്നത് 20 അരയിലാണ് കേട്ടോ. 20 അരയിൽ സ്ലിറ്റ് അടയാളപ്പെടുത്തുന്നു. നമുക്ക് അതെല്ലാം ഓരോ ലൈനായിട്ട് വരയ്ക്കാം. ഹിപ്പ് ലൈന്, ഇത് വേസ്റ്റ് ലൈന്, ഇത് ചെസ്റ്റ് ലൈന്. അത് 3 കിട്ടിയല്ലോ. അപ്പോൾ ഇനി ഇവിടെ നമ്മുടെ എത്രയായിരുന്നു നമ്മൾ അളവ് എഴുതിയിരുന്നത്? 34 ആയിരുന്നു. 34ൻ്റെ കൂടെ +2 ആഡ് ചെയ്യണം. ഇവിടെ ചെസ്റ്റിന് മാത്രമേ 4 ആഡ് ചെയ്യത്തുള്ളൂ, 4 ആഡ് ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം +2 ആഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് എത്ര കിട്ടി? 34 2 36. 36ൻ്റെ 4 പറയുന്നത് എത്രയാണ്? 9. നമുക്ക് ആ 9ൽ അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് സീം എത്ര വേണം? നമുക്ക് 2 ഇഞ്ച്. എത്രയും കൂടി കിട്ടിയില്ലേ? ഇനി സ്ലിറ്റ് എനിക്ക് എത്ര കിട്ടി? 41. 41 +2 എത്ര? 43 അല്ലേ? 43 എന്ന് പറയുമ്പോൾ 10.75 വരും. 10.75 വരും.
10.25 നമ്മൾ അടയാളപ്പെടുത്തി. അവിടെ നിന്ന് സ്ലിറ്റിന് 2 ഇഞ്ച് വേണ്ട, എത്ര മതി? 1 ഇഞ്ച് മതി. അത് ഓർത്തോണേ, സ്ലിറ്റിന് നമുക്ക് എത്ര മതി? 1 ഇഞ്ച്. നമ്മുടെ പണി കഴിഞ്ഞു. നമുക്കിനിയും ഇതും കൂടെ നമുക്ക് നോക്കി ചെയ്തേക്കാം. ഇതിന് നമുക്ക് താഴെ 13, സാധാരണ കൊച്ചു പിള്ളേർക്കാണെങ്കിൽ ഈ സ്ലിറ്റിന് എടുക്കുന്ന അകലം എത്രയാണോ അത്രയും തന്നെ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 10.25, 1, 11.25, 12, ഞാൻ 1 ഇഞ്ച് കൂട്ടി 13 എടുക്കുക. 13 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്കെയിൽ വെച്ച് നമുക്ക് ഇത് രണ്ടും കൂടെ ഈ പോയിന്റും കൂടെ ചേർത്ത് ഒരു ലൈൻ അങ്ങ് വരച്ചു. ഇത്രയേ ഉള്ളൂ ഞാനുള്ളത്. ഈ പോയിന്റുകളെല്ലാം ഒന്ന് കൂട്ടിച്ചേർത്ത് നമുക്കിങ്ങനെ കൂട്ടിച്ചേർത്ത് ഒന്ന് വരയ്ക്കാം. ഇനി അവസാനത്തെ ലാസ്റ്റുള്ള പോയിന്റുകളെയും കൂട്ടിച്ചേർത്ത് വരയ്ക്കാം. ഇനി വേറൊന്നുകൂടെ പറയാം. ഒരുവിധം നല്ലതുപോലെ അയച്ച് തയ്ച്ചിട്ട് നമുക്ക് നല്ല ടക്കൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എടുത്ത +2 എന്നുള്ളതിനെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്തു, +3 എടുത്തു കേട്ടോ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ തുടക്കക്കാർക്ക് പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഇറുകി പോകരുത്, ഇച്ചിരി അയിന് കിടന്നാൽ നമുക്ക് അടിച്ചെടുക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ എല്ലായിടത്തും ലൂസ് കൂടുതലിടും. ഈ എല്ലായിടത്തും ഇവിടൊക്കെ ലൂസ് കൂടുതലിട്ടാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഇവിടൊക്കെ ലൂസ് കൂടുതലിട്ടാൽ എന്നാ സംഭവിക്കും? കൈക്കുഴി ലൂസായി പോയി കഴിഞ്ഞാൽ ആ ഡ്രസ്സേ കൊള്ളില്ല. ഷോൾഡറൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ ഡ്രസ്സ് കൊള്ളില്ല. അപ്പം ഇവിടെയൊക്കെ വളരെ കറക്റ്റ് ആയെങ്കിൽ മാത്രമേ ചുരിദാർ കറക്റ്റ് ആകത്തുള്ളൂ. ഞാൻ പറയുന്നതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഞാൻ എൻ്റെ തമ്പനയിൽ കാണിക്കുന്നതും എല്ലാം ഞാൻ തയ്ച്ച് ഇട്ട ഡ്രസ്സുകളെ മാത്രമേ തമ്പനയിൽ കാണിക്കത്തുള്ളൂ. മറ്റുള്ളവർ ഞാൻ പലതും കണ്ടിട്ടുണ്ട്. അടിപൊളി ചില സിഗരറ്റ് പാൻറ്റിൻ്റെയൊക്കെ തമ്പനയിലിട്ടിട്ട് തയ്ക്കുന്നത് വേറെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ തയ്ച്ചാൽ അത് പെർഫെക്റ്റ് ആയിട്ട് ഇട്ട് നിങ്ങളെ കാണിക്കും. അതുകൊണ്ട് നിങ്ങൾ മറ്റൊന്നും വിചാരിക്കേണ്ട, ഇത് കറക്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് വെട്ടിയെടുക്കാം. ഇപ്പം എല്ലാം ഇവിടെ കിട്ടിയില്ലേ? നെക്ക്, ഷോൾഡർ, നമ്മുടെ കൈക്കുഴിയുടെ പ്രശ്നങ്ങൾ. ഇനി മറ്റൊരു കാര്യം, ഇപ്പം ഞാൻ 7 എടുത്തിട്ട് എനിക്ക് ഈ 17.5 കിട്ടിയില്ലായിരുന്നു വിചാരിക്കുക. അപ്പം 17 കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ 7 എന്നുള്ളത് 7.25 ഇറക്കി വരയ്ക്കണം. ഇനി എന്നിട്ടും പോരെങ്കിൽ 7.5 ഇറക്കി വരയ്ക്കണം. ഇനി എൻ്റെ അത്രയും കൈക്കുഴി ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്നാ പറ്റും? 17.5 പകരം 16 ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 7 എടുത്തെങ്കിൽ ആ 7 തന്നെ ഇവിടെ എടുക്കാൻ പാടില്ല. എത്ര എടുത്താൽ മതി? 6.5 മതി. ഐഡിയ കിട്ടിയോ? അങ്ങനെ നമുക്ക് നിങ്ങൾ നോക്കി. ഇതൊക്കെ ഞാൻ നേരത്തെ ഉള്ള വീഡിയോകളിൽ ഒത്തിരി തന്നു. ഇപ്പം പുതിയ ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പം നെക്ക് കട്ട് ചെയ്യുന്നില്ല കേട്ടോ, നെക്ക് കട്ട് ചെയ്യത്തില്ല. കാരണം പറഞ്ഞല്ലോ, മൊത്തം തുണിയെ നമ്മളെ ഇതുപോലെ കണ്ടോ, നീളപ്പാട് നമ്മൾ 2ആയിട്ട് മടക്കി. മൊത്തം തുണിയെ 2.5 മീറ്റർ തുണിയാണ്. 44 ഇഞ്ച് വിട്ടുള്ള 2.5 മീറ്റർ തുണിയായത്. നമുക്ക് വേണ്ട അളവ് പോലെ നമുക്ക് ലൈനിങ് തുണി വെച്ച് കെട്ടാനല്ലേ, അതനുസരിച്ച് നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടു. പരമാവധി ലുബ്ധിച്ച ചെയ്യണ്ടേ. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാലും നമുക്ക് ഫ്രണ്ട് വെക്കല്ല, ഫ്രണ്ട് കൈക്കുഴി വെട്ടി വെക്കുന്നത്. ബാക്ക് പാർട്ട് എടുത്ത് നമ്മളിങ്ങനെ നേരെ മുകളിലേക്ക് വെക്കുന്നു. നമുക്ക് ഇത്രയും തുണി ഇവിടെ കളയേണ്ട കാര്യമില്ല. അപ്പോൾ താഴെ 13 ഇഞ്ച് നമുക്ക് കിട്ടണം. 13 ഇഞ്ച് അത് നമുക്ക് അടയാളപ്പെടുത്താതെ. താഴെ 13 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി ഇറക്കം കൂടെ നോക്കട്ടെ. എനിക്ക് ടോട്ടൽ ഇറക്കം എന്ന് പറയുന്നത് 47 ഇഞ്ചും ബാക്കി 50ഓളം ഉണ്ട്, 49 ഉണ്ട്. നമുക്ക് 47 വേണം. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് 49 ഞാൻ എടുക്കുന്നത്. 49 ഇവിടെ നമ്മൾ 49 എടുക്കുന്നു. പക്ഷേ ഈ തുണിക്ക് ഒരു സ്വല്പം ഇങ്ങനെ ഒരു വലിച്ചിലുള്ളതുകൊണ്ട് 1 ഇഞ്ച് ഞാൻ മുകളിലേക്ക് കയറ്റി ഇച്ചിരി ചെറിയ തോതിലൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് കട്ട് ചെയ്യാം.
ബാക്ക് പാർട്ട് മാറ്റിയിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് മുമ്പത്തെ പോലെ ഫ്രണ്ട് പാർട്ട് കുഴിച്ചു വെക്കണേ. തുണി ഇത്ര ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് കയ്യെ സ്ലീവ് വെട്ടാം. ഇനി സാധാരണക്കാരുടെ ഒരു പ്രശ്നമുള്ള ഏരിയയാണ് സ്ലീവ് വെട്ടുക എന്നുള്ളത് അല്ലേ. സ്ലീവ് വെട്ടാനായിട്ട് നമുക്ക് പൂക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാനേ പറ്റത്തുള്ളൂ. സ്ലീവ് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം നീളത്തിൽ. ഇത് ഒന്ന് മടക്കിയതല്ലേ, നമ്മളതിനെ ഒന്നുകൂടെ മടക്കും. നമുക്ക് 2 കൈ കിട്ടും. ഇവിടുന്ന് ഇങ്ങനെ കാണിക്കാം. കൈക്ക് ഞാൻ ഇത് കൊടുക്കുന്നില്ല, കൈക്ക് ലൈനിങ് കൊടുക്കുന്നില്ലേ, ലൈനിങ് ഇല്ലാതെ കിട്ടുന്നത് കണ്ടോ. ഇത്രയും നീളത്തിൽ നമുക്ക് കിട്ടും. എത്ര നീളം വരെ കിട്ടും എന്ന് നോക്കി. നമുക്ക് 13, 14 വരെ കിട്ടും. നമുക്ക് കൈ മടക്കി അടിച്ചാൽ നമുക്ക് ആവശ്യത്തിനുണ്ട്. അപ്പം നമുക്കൊരു ഇത്രയുമോ ഇതിനൊക്കെ സ്വല്പം കൂടെ ഇറക്കത്തിലോ ഒക്കെ കൈ വെക്കാം. കൈയുടെ നീളം കിടന്നോട്ടെ. അപ്പം ഞാൻ 14 ഇഞ്ച് ഇറക്കത്തിലാണ് കൈ എടുക്കുന്നത്. 14 അതിലൊരു 2 ഇഞ്ചോ 1.5 ഇഞ്ച് നമുക്ക് മടങ്ങി പോകും. 14 ഇഞ്ചിൽ ഇറക്കം എടുത്തു. ഇനി വണ്ണം എത്ര വേണമെന്ന് നമ്മൾ നോക്കിയില്ലേ. നമ്മളെപ്പോഴും സാധാരണ പറയാനുള്ളതാണ്. നമ്മൾ വണ്ണം എങ്ങനെയായിരുന്നു? ചെസ്റ്റ് അളവ് ഡിവൈഡഡ് ബൈ 4 എത്രയായിരുന്നു? 40 അല്ലേ. 40നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 10. അപ്പം നമുക്ക് 10 മതി. ഞാൻ 10.5 എടുത്തിട്ടുണ്ട്. ഇത് സ്വല്പം കൂടുതലുണ്ട്, കിടന്നോട്ടെ കേട്ടോ. 10 ആണെങ്കിലും മതി, 10.5 എടുത്തോട്ടെ. അപ്പം നമ്മൾ ഈ 14 എന്നുള്ള ഇറക്കം ഇവിടെയും കൂടെ നമ്മളൊന്ന് അടയാളപ്പെടുത്തി. അപ്പം നമുക്കതൊന്ന് ലൈനായിട്ട് വരയ്ക്കാം. എന്നുള്ള ലൈന് നമ്മൾ വരച്ചു. നമ്മൾ എങ്ങനെയാണ് കൈ അടയാളപ്പെടുത്തുന്നത്? ഞാൻ 1-2 മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കിനി ക്യാപ് ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ കുഴി, കൈ എന്തേരെ സ്ലീവിന് താഴ്ച വേണം അല്ലേ. ക്യാപ് ഹൈറ്റ് എത്ര വേണം എന്നുള്ളതിന് നമുക്ക് അത് നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എത്ര കിട്ടും? 38/10 3.8. നമുക്ക് ആ 3.8 തന്നെ എടുക്കാം കേട്ടോ. 3.8 എടുത്തു. 3.8ൽ നമ്മളൊരു വര വരച്ചു. 3.5 ആണെങ്കിലും ഇത് വലിയ മിസ്റ്റേക്ക് ഒന്നും വരത്തില്ല കേട്ടോ. 4 എടുക്കണ്ട, 3.5 വരെ. അതേസമയം ചെസ്റ്റ് 42 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 4 ഇഞ്ച് വരെ എടുക്കാം. ഇനി ചെയ്യേണ്ടത് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന തുണിയിലെ എത്ര നമുക്ക് ആം ഹോൾ റൗണ്ട് കിട്ടിയത്? 9 കിട്ടിയായിരുന്നു അല്ലേ. 9, 8.25 മിച്ചമുണ്ട്. ആ 8.25 ഈ പോയിന്റിൽ നിന്നും ഈ ലൈനിലേക്ക് എവിടെയാണ് 8.25 വരുന്നത് നോക്കണം, അല്ലെ 9 വരുന്നത് കണ്ടോ. ഇങ്ങനെ വെച്ച് നമുക്ക് 9 വരുന്നത് ഈ എൻ്റെ ലൈൻ അവസാനിച്ചേക്കുന്നത് ഇവിടെ ആയിരുന്നേക്കുന്നത് 9. അവിടെ ഞാനൊന്ന് വരച്ചു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല, ചെയ്യാതെ ഈ ലൈനിൽ നിന്ന് പതുക്കെ താഴേക്ക് ചെറിയ തോതിൽ ഇങ്ങനെ ഇറക്കി ഇങ്ങനെ ഒരു ഷേപ്പിൽ നമ്മളിവിടെ കൊണ്ടുവന്ന് ഇതിലോട്ട് മുട്ടിക്കുക കണ്ടോ. ഇത്രേ ഉള്ളൂ. ഇനി കൈയുടെ അടിവണ്ണം നമുക്ക് 5.5 അടയാളപ്പെടുത്തുന്നു. അവിടുന്ന് ഒരു 2 ഇഞ്ച് സീമ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് 2 ഇഞ്ച് മതി കണ്ടോ. ഞാൻ 10 എടുക്കേണ്ട ആവശ്യമില്ല, 10 മതിയായിരുന്നു. ശ്രദ്ധിച്ചോ, 10 ഇല്ലേ, 10 ആവശ്യം നമുക്ക് ഇല്ല. നമുക്കിനി ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇച്ചിരി ഇറക്കമുള്ള കൈ, ഒരു 10 ഇഞ്ച് കൂടുതലുള്ള കൈയാണെങ്കിൽ നമുക്ക് ഈ ഷേപ്പ് സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അതെങ്ങനെ നോക്കിയേ, ഈ പോയിന്റും തമ്മിൽ ചേർത്ത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഈ പോയിന്റും ചേർത്തും ഇങ്ങനെ വരയ്ക്കാം. ഈ കട്ട് ചെയ്ത് ഇപ്പോൾ തന്നെ ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇനി ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടണ്ടേ. ഇത് കണ്ടോ, നല്ല വശം ചേർന്നല്ലേ ഇരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ
നിവർത്തിയിടുക. നിവർത്തിയിട്ടിട്ട് ഇവിടെ നിന്നല്ലേ നമ്മൾ തുടങ്ങി, ഇവിടെ വരെ ഒന്നും ചെയ്തില്ലല്ലോ. അവിടുന്ന് ഇങ്ങോട്ട് ഒരു സ്വല്പം, ഒരു 1/2 ഇഞ്ച്, ഇവിടെ നിന്നും ഒരു മാറ്റം വരുത്താതെ വന്നിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ചോളം കയറിപ്പോണം. കയറി ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇതിലോട്ട് കൂട്ടിമുട്ടിക്കുക. ശരിക്കും വരച്ച് കാണിക്കാം. തുണി ഇങ്ങനെ കണ്ടോ, നമുക്ക് ഇത്ര എടുത്ത് കളയാം. ഓക്കെ, ഇത് ഫ്രണ്ട് പാർട്ടാണ്. ഫ്രണ്ടിലേക്ക് വരേണ്ടതാണെന്ന് അറിയാൻ വേണ്ടി രണ്ടിടത്തും നമുക്കൊരു അടയാളം കൂടെ കൊടുക്കും. അപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ളതൊക്കെ കെട്ടിയെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കട്ടിങ് അല്ലേ, ചുരിദാറിൻ്റെ കട്ടിങ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നെയ്റ്റി പീസിന് വലിയ വിലയൊന്നുമില്ല. നല്ല തുണിയിൽ തയ്ക്കണമെന്ന് പറഞ്ഞില്ല. പലരും എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. നല്ല തുണി എടുത്ത് തയ്ച്ചിട്ട് അയ്യോ കുളവായി, അങ്ങനായി ഇങ്ങനായി എന്നൊക്കെ പറയുന്നവരുണ്ട്. അതുകൊണ്ട് നല്ല തുണിയിൽ നിങ്ങൾ ആരും വെട്ടേണ്ട. ആദ്യം നല്ലപോലെ പ്രാക്ടീസ് ആയതിനു ശേഷം നല്ല തുണി എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വില കുറഞ്ഞ കോട്ടൺ തുണി എടുത്ത് തയ്ച്ച് പഠിക്കുക. നല്ല കോൺഫിഡൻ്റ് ആകുക. നിങ്ങൾക്ക് തയ്ക്കുക, മറ്റുള്ളവർക്ക് തയ്ച്ച് കൊടുക്കുക. ഓക്കേ.